കണ്ണ് കാണാത്ത സമയമായാൽ റസൂലുള്ളാഹിന്റെ കൂടെ ഹിറാ ഗുഹയിൽ എത്രയോ ദിവസം ഖദീജ ബീവി കിടന്നുറങ്ങിയിട്ടുണ്ട് മക്കളെ. ലോകത്തിയായ ഖദീജ ബീവി തന്റെ ഭർത്താവ് ഹിറാ ഗുഹയിലിരിക്കുന്നത് പണം ഉണ്ടാക്കാനല്ല, കാശുണ്ടാക്കാനല്ല, പടച്ച റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചിരിക്കുന്ന ഖദീജ ബീവിക്കറിയാം തന്റെ ഭർത്താവ് മുസ്ലിമാണ്, പ്രവാചകനാണ്. അത് റസൂലുള്ളാഹിനെ ആദ്യം വിശ്വസിച്ചത് ഖദീജയാണ്. അത് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വിശ്വസിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ സ്വർഗ്ഗത്തിൽ കടന്നിട്ടല്ലാതെ എന്റെ സമുദായത്തിൽ ഒരാളും സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. സിദ്ദീഖുൽ അക്ബറിന് വലിയ പവിത്രമായ സ്ഥാനമുണ്ട്. ഇസ്ലാം മതത്തിൽ വലിയ പവിത്രമായ സ്ഥാനം എഴുതി വെച്ചിരിക്കുന്ന വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യലാണ് ഇസ്ലാം. നമ്മളെല്ലാം അത് ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ അപ്പൊ നമ്മൾ ഈ വേദി വെച്ചത്. ഖിയാമത്ത് നാൾ വരെ പറഞ്ഞാലും ഹബീബ് റസൂലുള്ളാഹിനെ പറ്റി മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന് പോലും പറ്റില്ല. പിന്നല്ലേ ഞാനതിന്റെ ഉദാഹരണം പറഞ്ഞപ്പോഴാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ഉദാഹരണത്തിലേക്ക് പോയത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി വഫാത്താകുന്ന സമയം വരെ ഒരു സെക്കൻഡ് പോലും റസൂലുള്ളാഹിനെ വിട്ട് ജീവിക്കാത്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്ക് റസൂലുള്ളാഹിനെ ശരിക്കൊന്ന് കാണണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? എനിക്ക് നബി തങ്ങളെ ശരിക്കൊന്ന് കാണണം. അപ്പൊ റസൂലുള്ളാഹിനെ ഡെയിലി കാണുന്നതാണല്ലേ സിദ്ദീഖുൽ അക്ബർ, പിന്നെന്താ ശരിക്കൊന്ന് കാണല്? സിദ്ദീഖുൽ അക്ബറിന് അറിയാം, ഈ കാണുന്ന ശരീരമല്ല റസൂലുള്ളാഹിന്റെ ശരീരം, ഈ ലോകത്ത് കാണുന്ന രൂപമല്ല റസൂലുള്ളാഹിന്റെ ഒറിജിനൽ രൂപം. അതറിയുന്ന ഏറ്റവും അടുത്ത വ്യക്തി ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എനിക്ക് ശരിക്കൊന്ന് കാണണം പറഞ്ഞു. അപ്പൊ സിദ്ദീഖുൽ അക്ബറിനോട് റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് ഒറ്റക്ക് വാ, ഇന്ന് അസർ നിസ്കരിച്ചതിന് ശേഷം ആ മരയുടെ അപ്പുറത്തേക്ക് വാ, ഒറ്റക്ക്, ഒരാളെയും കൂട്ടരുത് കേട്ടോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ അസർ നിസ്കരിച്ച് അവിടെ ചെന്നു. സിദ്ദീഖ് തങ്ങൾ നേർക്കുനേരെ നിന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിദ്ദീഖ്, എന്നെ നിനക്ക് കാണണമല്ലേ? എന്നാൽ കാണാം, നീ കണ്ണൊന്ന് ചിമ്മണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണൊന്ന് ചിമ്മി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി കണ്ണ് തുറക്കണോ? സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണു തുറന്ന് നോക്കുമ്പോ കാണുന്നത് എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ അല്ലാഹുവിന്റെ റസൂല് നിറഞ്ഞു നിൽക്കുകയാണ്. ആ പ്രകാശം കൊണ്ട് ചന്ദ്രൻ മറഞ്ഞിരിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ പ്രകാശം കൊണ്ട് സൂര്യൻ മറഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂസാ നബി ബോധം കെട്ട് വീണ പോലെ സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ട് വീണുപോയി. ആ റസൂലുള്ളാഹിനെ കണ്ടവരാരുണ്ട് ഇവിടെ? സിദ്ദീഖ് തങ്ങൾക്ക് പോലും കാണാൻ പറ്റാത്ത റസൂലുള്ളാഹി തങ്ങള്. ആ റസൂലുള്ളാഹിന്റെ ഒരു അവശിഷ്ടത്തെ സംബന്ധിച്ച് പറയുമ്പോ ഉമ്മു സുലൈമാണ് പറഞ്ഞത്, എന്റെ വീട്ടിലെ റസൂലുള്ളാഹി തങ്ങൾ വരുമ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ വിയർപ്പെടുത്തുകൊണ്ട് കുപ്പിയിൽ നിറച്ചു വെക്കലാണ് പതിവ്. എന്തിനാണത്? എന്റെ കുട്ടികൾക്ക് മരുന്നുണ്ടാക്കാൻ, എന്റെ കുട്ടികൾക്ക് വയറുവേദന വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ് കലക്കിക്കൊടുത്ത വെള്ളം കുടിപ്പിക്കുമായിരുന്നു. ഹദീസിൽ കാണാം, ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ വിയർപ്പെടുത്ത് വെക്കുന്ന വ്യക്തിയാണ് കുട്ടികൾക്ക് സെന്റ് കൊടുക്കാൻ. അത്രയില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വിയർപ്പെടുത്തിട്ട് കൈമാറി പറ്റിക്കൊടുത്താൽ വല്ലാത്ത മണം. അതാണ് ഉത്തബി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള പദ്യത്തില്
ഇമാം മുത്തബി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് ശറഹുൽ മുഹദ്ദിദിലും ഈദാഹിലും ഇമാം നബവി തങ്ങൾ ഉദ്ധരിച്ച പദ്യമാണ് ഞാൻ വാദിന്റെ തുടക്കത്തിൽ ചൊല്ലിയത്. എന്താ പറഞ്ഞത്? يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاء والأكم نفسي فداء لقبر أنت ساكن فيه العفاف وفيه الجود والكرم. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദയിൽ നിന്ന് സുഗന്ധ പരിമളങ്ങൾ പൂത്തു വിടരുകയാണ്. അവിടുന്ന് വലിയ മനോഹരമായിരിക്കുന്ന വലിയ ശബ്ദങ്ങള്, വലിയ വലിയ പരിമളമായിരിക്കുന്ന മണങ്ങൾ റസൂലുള്ളാഹിന്റെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ലോകത്തുകളെ എല്ലാ അത്തറുകളെക്കാൾ, എല്ലാ സ്പ്രേകളെക്കാൾ, എല്ലാ കസ്തൂരിയേക്കാൾ, എല്ലാ അമ്പറുകളെക്കാൾ, എല്ലാ സുഗന്ധദ്രവ്യങ്ങളെക്കാൾ വലിയ സുഗന്ധം മദീനത്തെ ഖബറിൽ റസൂലുള്ളാഹിന്റെ ഖബറിൽ പുറത്തു വരുന്നുണ്ട്. മക്കളെ, സഹീഹുൽ ബുഖാരിയുടെ മുസന്നിഫായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മരിച്ചിട്ട് ഖബറടക്കം ചെയ്തപ്പോൾ ഉലമാഹി രേഖപ്പെടുത്തി വെച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദാ ശരീഫ് കിടക്കുന്ന മദീനത്തെ ഖബർ ശരീഫിന്റെ അകത്തുന്നൊരു ലൈറ്റ് ബുഖാരി ഇമാമിന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് ദിവസം രാത്രിയാകുമ്പോ പോകാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ഉള്ളിൽ ഒരു പ്രകാശം സഹീഹുൽ ബുഖാരിയുടെ നേതാവായ ബുഖാരി ഇമാമിന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ റസൂലുള്ളാഹിനെ പറ്റി നമ്മൾ എത്ര പഠിച്ചാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, നമ്മുടെ ജീവിതം മുഴുവൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചാലും തീരൂല എന്റെ പ്രിയപ്പെട്ടവരെ. അത്രയും വലിയ മഹത്വമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കുള്ളത്. നമ്മളതിന്റെ